അതെ, ഇനി അത് പറയാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നരസം സാറ് പറയും. നടത്താം. ഇതിപ്പോ ഇന്ന് സംസാരിക്കേണ്ട വിഷയമല്ലല്ലോ. ഇന്നൊരു സങ്കടമുള്ള ദിവസമല്ലേ. പിന്നെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും, ഇപ്പോഴെന്തിനാ തിരക്ക് കൂട്ടുന്നേ, ഉത്സവം കഴിഞ്ഞിട്ട് തീരുമാനിച്ച പോരെ. അങ്ങനെയൊന്നും നരസിംഹ പറയില്ല. എന്നാ ഒന്ന് ചെന്ന് പരീക്ഷിച്ചു നോക്ക്. അളിയ, എനിക്ക് അർജന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഇപ്പൊ വേണം. എന്താ? നിങ്ങളുടെ മകളും എന്റെ മകനുമായിട്ടുള്ള വിവാഹം എപ്പോ നടത്താം. ഇന്നിപ്പൊ സംസാരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ ഇത്. ഇന്നൊരു സങ്കടമുള്ള ദിവസമല്ലേ. ഇപ്പൊ എന്തിനാ തിരക്ക് കൂട്ടുന്നേ? ഉത്സവം കഴിഞ്ഞിട്ട് തീരുമാനിച്ച പോരെ. താൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഇപ്പൊ എന്താ ഉണ്ടാവണമെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അച്ഛൻ. വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. നിവേദനം എടുത്ത് കൊടുക്കുന്നു. എന്താ ഇത് നിവേദനം? ഓ, കുടിവെള്ള പ്രശ്നം ലക്ഷ്മി പറഞ്ഞു. തൊട്ടടുത്ത് പഞ്ചപുച്ഛ മടക്കി നോക്കി നിൽക്കുന്ന പിയുടെ അടുത്ത് നിവേദനം കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുത്തേക്കണം. പിയെ ഇതാരാന്നറിയോ? ദേവകിയുടെ മോളാ. അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. തൊട്ടുപിറകെ പോകുന്ന പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു. എന്തിനാ അച്ഛൻ ഇങ്ങനെ കളിയാക്കണേ? നന്നല്ലേട്ടോ. എന്നാ വേൻ ചെല്ല്. വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. എന്താ ഇത് നിവേദനം? ഓ, കുടിവെള്ള പ്രശ്നം അല്ലേ? ലക്ഷ്മി പറഞ്ഞു കാര്യങ്ങൾ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ പറഞ്ഞേക്കണം.